എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമുക്കറിയാം, ഓപ്ഷൻ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ വിപണിയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന ഒരു വിപണിയാണ് ഇന്ത്യൻ ഓഹരി വിപണി. അപ്പോൾ അതിന് ഓരോ ദിവസം ചെല്ലുന്തോറും ഓപ്ഷൻ ട്രേഡിങ്ങിലേക്കുള്ള ആളുകളുടെ കുത്തൊഴുക്കാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിമാറ്റ് അക്കൗണ്ടുകൾ ഭയാനകമായ രീതിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ചെറുകിട വ്യാപാരികളുടെ ഡെറിവേറ്റീവ് വിപണിയിലെ വ്യാപാരത്തോത് കൂടുന്നതിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും വ്യാപാരം നടത്തുന്നത് ഗാർഹിക സമ്പാദ്യത്തെ നെഗറ്റീവായി ബാധിക്കാൻ ഇടയുണ്ടെന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത്. അതായത് ഓഹരി വിപണി പെട്ടെന്ന് ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരായ ചെറുകിട വ്യാപാരികൾക്ക് നഷ്ടമുണ്ടാകുകയും അത് കുടുംബ ബന്ധങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്യാം എന്നാണ് മന്ത്രി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പറഞ്ഞത്. അതായത് ബ്രോക്കേഴ്സ് നമുക്കിപ്പോൾ അറിയാൻ പറ്റും, നമ്മൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എഴുതി കാണിക്കും. അതായത് 10ൽ 9 പേർക്കും നഷ്ടം എന്നുള്ളത്. 10ൽ 9 ഡെറിവേറ്റീവ് വ്യാപാരികൾക്കും നഷ്ടമുണ്ടാകുന്നുവെന്ന കണക്കുകൾ എല്ലാ ദിവസവും ബ്രോക്കറേജ് ഹൗസുകൾ ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കുമ്പോൾ എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും ഇതിലേക്ക് പണമുഴക്ക് തുടരുകയാണ്. ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളോ വൻകിട നിക്ഷേപകരോ ഡെറിവേറ്റീവ് വ്യാപാരത്തിൽ നഷ്ടം വന്നാലും പിടിച്ചു നിൽക്കാൻ വേറെ വഴികൾ ഉണ്ടാകും. അവർക്കൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ടാവും. ഹെഡ്ജിങ് സ്ട്രാറ്റജീസാണ് അവരുപയോഗിക്കുക. പക്ഷേ സാധാരണക്കാരായ ഓപ്ഷൻ ട്രേഡേഴ്സ് ചെയ്യുന്നത് നേക്കഡ് ഓപ്ഷൻ ബൈയിങ് ആണ് അവിടെ നടത്തുന്നത്. ചെറുകിട വ്യാപാരികൾക്ക് സമ്പാദ്യം നഷ്ടപ്പെട്ടാൽ അത് രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള നിക്ഷേപശീലങ്ങളെ ബാധിക്കും എന്നതാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള ഒരു ആശങ്ക. അതായത് 90% ഡെറിവേറ്റീവ് വ്യാപാരികൾക്ക് നഷ്ടമുണ്ടാകുന്നുണ്ടെങ്കിലും പോസ്റ്റ് ഓഫീസുകളിലേക്കും ബാങ്കുകളിലേക്കും വരാനുള്ള പണം പോലും വീണ്ടും ഓഹരികളിൽ എത്തുന്നത് സർക്കാരിന് ആശങ്കയാണ്. കാരണം അവിടെ ഒരു പണമൊഴുക്ക് കുറയും. എവിടെ? ഈ പോസ്റ്റ് ഓഫീസിൽ ബാങ്കുകൾ. ആ ഫണ്ട് മുഴുവനും ഓഹരി വിപണിയിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ലിക്വിഡിറ്റി കുറയും. അപ്പോൾ ആ ന്യൂസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ആശങ്കയുടെ മന്ത്രി ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്.